നമസ്കാരം. ഹോണ്ട ആക്ടിവയും TVS ജൂപ്പിറ്ററും ഇന്ത്യയിലെ ഭൂരിഭാഗം വീടുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ വിദേശത്ത് വലിയ ഡിമാൻഡുള്ള ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ സ്കൂട്ടർ ഉണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് ആകെ 5.69 ലക്ഷം സ്കൂട്ടറുകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു സ്കൂട്ടറിന്റെ 1.43 യൂണിറ്റുകളാണ് വിദേശത്തേക്ക് അയച്ചത്. ഈ സ്കൂട്ടർ മറ്റാരുമല്ല, ഹോണ്ട നവിയാണ്. ആകെ 1,43,583 യൂണിറ്റ് ഹോണ്ട നവികൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മൊത്തം സ്കൂട്ടറുകളുടെ 25%. രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന മികച്ച 10 സ്കൂട്ടറുകളിൽ 3 ഹോണ്ടയുടെ സ്കൂട്ടറുകളാണ് എന്നാണ് റിപ്പോർട്ടുകൾ. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് നിന്ന് 5,69,093 സ്കൂട്ടറുകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കയറ്റുമതിയേക്കാൾ 11% കൂടുതലാണിത്. ആ സമയത്ത് രാജ്യത്ത് നിന്ന് 5,12,347 യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്കൂട്ടറുകൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് ഹോണ്ട. ഹോണ്ട നവി ഉൾപ്പെടെ ആകെ 3,11,977 യൂണിറ്റുകളാണ് കമ്പനി കയറ്റുമതി ചെയ്തത്. ഇതിനുശേഷം TVS മോട്ടോർ 90,405 സ്കൂട്ടറുകളും യമഹ മോട്ടോർ ഇന്ത്യ 69,383 യൂണിറ്റുകളും കയറ്റുമതി ചെയ്തു. ഇതിനു പുറമെ സുസുക്കി മോട്ടോർ സൈക്കിൾ ഇന്ത്യ, ഹീറോ മോട്ടോ കോർപ്പ്, പിയാജിയോ, ഏത്തർ എനർജി, ബജാജ് ഓട്ടോ എന്നിവയും രാജ്യത്തെ മുൻനിര സ്കൂട്ടർ കയറ്റുമതിക്കാരിൽ ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തു നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന സ്കൂട്ടർ ഹോണ്ട നവിയാണ്. കയറ്റുമതി 1,15,886 യൂണിറ്റിൽ നിന്ന് 24% വർദ്ധിച്ച് 1,43,583 യൂണിറ്റായി. ഹോണ്ട ഡിയോയുടെ കയറ്റുമതി 91% വർദ്ധിച്ചത്. 66,690 യൂണിറ്റിൽ നിന്ന് 1,27,366 യൂണിറ്റായി വർദ്ധിച്ചു. ഇതിനു പുറമെ യമഹ റേ 3-ാം സ്ഥാനത്താണ്. അവരുടെ കയറ്റുമതി 40,605 യൂണിറ്റിൽ നിന്ന് 68,231 യൂണിറ്റായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയിൽ നിർമ്മിച്ച ടോപ്പ് 10 സ്കൂട്ടറുകളിൽ TVS സെന്റോർഗ് 4-ാം സ്ഥാനത്തും, ഹോണ്ട ആക്ടിവ 5-ാം സ്ഥാനത്തും, സുസുക്കി ബർഗ്മാൻ 6-ാം സ്ഥാനത്തും, TVS ജൂപ്പിറ്റർ 7-ാം സ്ഥാനത്തുമാണുള്ളത്. പിന്നാലെ ഹീറോ മാസ്ട്രോ 8-ാം സ്ഥാനത്തും, സുസുക്കി ആവനിസ് 9-ാം സ്ഥാനത്തും, ഹീറോ സൂം 10-ാം സ്ഥാനത്തുമാണ് എന്നാണ് കണക്കുകൾ. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ടോപ്പ് 10 സ്കൂട്ടറുകളിൽ ഹോണ്ടയ്ക്ക് 3 മോഡലുകളുണ്ട്. സുസുക്കി, TVS മോട്ടോർ കമ്പനി, ഹീറോ മോട്ടോർ കോർപ്പ് എന്നിവയ്ക്ക് 2 വീതം മോഡലുകളും യമഹയ്ക്ക് 1 മോഡലുമുണ്ട്. വിനോദത്തിന് പ്രാധാന്യം നൽകുന്ന ബൈക്കിന്റെയും സ്കൂട്ടറിന്റെയും സങ്കര ഇനമാണ് ഹോണ്ട നവി. അതിനാൽ തന്നെ ഇത്തരം മോഡലുകളോട് വിദേശ വിപണിക്ക് എന്നും ഒരു താല്പര്യമുണ്ട്. നവിയുടെ മൊത്തത്തിലുള്ള രൂപം കമ്പനിയുടെ മങ്കി ബൈക്കായ ഗ്രോമുമായി വളരെയധികം സാമ്യമുള്ളതാണ്. തുടക്കക്കാർക്ക് അനുയോജ്യമായ എർഗണോമിക്സ്, വിചിത്രമായ രൂപകൽപ്പന, രസകരമായ സവാരി എന്നിവ കോർത്തിണക്കി അമേരിക്കയിലെ ഹൈസ്കൂൾ കൗമാരക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹോണ്ട അമേരിക്കയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നത്. അതേസമയം ഹോണ്ടയുടെ മറ്റ് വാർത്തകളിലേക്ക് നോക്കിയാൽ ഹോണ്ട CBR 650R, CB 650R എന്നീ സൂപ്പർ ബൈക്കുകളുടെ ക്ലച്ച് വേരിയന്റുകളാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന പുതിയ ടീസർ ചിത്രങ്ങളും ഹോണ്ട ബിഗ് വിങ് ഇന്ത്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. മിഡിൽ വെയ്റ്റ് ഇരട്ടകളുടെ ഏറ്റവും പുതിയ പതിപ്പുകൾ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യ അവതരിപ്പിക്കുന്നുണ്ട്. മിഡിൽ വെയ്റ്റ് ഇരട്ടകളുടെ ഏറ്റവും പുതിയ പതിപ്പുകൾ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. അന്ന് ക്ലച്ച് സാങ്കേതിക വിദ്യയല്ലാതെയാണ് ഇരു മോഡലുകളും കളം നിറയാൻ എത്തിയത്.